ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ദിനംതോറും മുന്നേറാൻ കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി നമുക്ക് അനിവാര്യമാണ്. പല സമയങ്ങളിലും മനസാക്ഷിയുടെ ആക്ഷേപം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും ദൈവികമായ ബന്ധത്തെയും ഒക്കെ ബാധിക്കാറുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് പാപത്തെക്കുറിച്ചൊക്കെയുള്ള മെസ്സേജുകൾ കേട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് പാപബോധമുണ്ടായി ദൈവസന്നിധിയിലേക്ക് വചന ശുശ്രൂഷകളിലൂടെ മടങ്ങി വന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം ഏറ്റവും അധികം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പാപബോധമാണ്. ദൈവത്തിന് സ്തോത്രം. പാപം വിട്ട് അകലാനുള്ള മനസ്സാണ്. എന്നാൽ പല സമയങ്ങളിലും പല പ്രിയപ്പെട്ടവരും കുറ്റബോധത്തിന് അടിമകളായി പ്രാർത്ഥിക്കാൻ കഴിയാതെ ഉറക്കം നഷ്ടപ്പെട്ടവരായി വല്ലാത്ത അവസ്ഥയിൽ മുമ്പോട്ട് പോകാറുണ്ട്. ഇത് ദൈവികമാണോ എന്ന് പല സമയത്തും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം യഥാർത്ഥമായ പാപബോധം, പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ഒരു പാപബോധം, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം ദൈവിക കൂട്ടായ്മയിലേക്കാണ് ഒരു വ്യക്തിയെ നടത്തുന്നത്. ആ പാപഭാരത്തിൻ്റെ അകത്ത് ഒരു മധുരമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു സന്തോഷമുണ്ട്. അത് നമ്മളെ ദൈവത്തിങ്കലേക്കും വിശുദ്ധിയിലേക്കും ദൈവിക കൂട്ടായ്മയിലേക്കുമാണ് നടത്തുന്നത്. പക്ഷേ അല്ലാത്ത തരത്തിലുള്ള കുറ്റബോധം ദൈവത്തിങ്കലുള്ള അവിശ്വാസം നമ്മിൽ ജനിപ്പിച്ച് ദൈവിക കൂട്ടായ്മയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും. പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ആ ഒരു വ്യക്തിയാക്കി കളയും. അത് തിരിച്ചറിയണം. അത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണ് അതിൽ നിന്നുള്ള ഒരു പരിഹാരം നമുക്ക് നേടാനായിട്ട് കഴിയുന്നതെന്നും തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. അനേകർക്ക് ഈ ഒരു സന്ദേശം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പല പ്രിയപ്പെട്ടവരും മെസ്സേജുകളുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്തു, പേഴ്സണലായിട്ട് വാട്സാപ്പിലൂടെയൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ട് ശുശ്രൂഷകൾ, യാത്രകൾ. ദൈവകൃപയാൽ ശുശ്രൂഷകളെല്ലാം നന്നായിട്ട് പോകുന്നു. ജനുവരി 7-ാം തീയതിയാണ് കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. അതുവരെ ഇവിടെ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുക. അനേകരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിനും പരിവർത്തനത്തിനുമൊക്കെ ഈ ദിവസങ്ങളിലെ ശുശ്രൂഷ സമയങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. അനുഗ്രഹമായി തീരാനായിട്ട് നിങ്ങൾ വീണ്ടും തുടർന്നും പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങളെയൊക്കെ ഓർത്ത് ദിവസവും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ നാട്ടിലെ നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചാൽ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ വാട്സാപ്പിലാണെങ്കിലും മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ 2 കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് പാപബോധത്തെക്കുറിച്ചും 2 കുറ്റബോധത്തെക്കുറിച്ചും. അപ്പൊ ഞാൻ ഈ പല സമയങ്ങളിലും ഈ ഒരു കാര്യത്തെ വേർതിരിച്ച് കാണാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പക്ഷെ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. യഥാർത്ഥമായ ഒരു പാപബോധം, പാപത്തെക്കുറിച്ചുള്ള ബോധം, കുറ്റബോധം, അല്ലെങ്കിൽ അത് പാപബോധം നമ്മളെ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് നടത്തും, വിശുദ്ധിയിലേക്ക് നടത്തും. പക്ഷെ അല്ലാത്ത തരത്തിലുള്ള കുറ്റബോധങ്ങൾ, മനസാക്ഷിയിൽ ഉണ്ടാകുന്ന കുറ്റബോധങ്ങൾ ദൈവിക കൂട്ടായ്മയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും. ഇതിനെ കൃത്യമായിട്ട് ഒന്നാമത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലരൊക്കെ ഒത്തിരി കരഞ്ഞിട്ടും അവരുടെ കുറ്റങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മനസാക്ഷിക്കകത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള കുറ്റബോധങ്ങൾ ദീർഘനാളുകൾ നിന്ന് ഉറക്കം നഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഉള്ളതാണ് ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം തരുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാം തന്നെ ദൈവത്തിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതായിരിക്കും. ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റത്തില്ല. ദൈവത്തിന്റെ സ്നേഹത്തെയും ദൈവമക്കളായി തീരുവാനായിട്ട് അവിടുന്ന് നൽകി തന്ന ആ ഒരു അവകാശത്തെയും അധികാരത്തെയും ഒന്നും സംശയം ജനിപ്പിക്കുമാറുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ അതിൽ നിന്നുണ്ടാകില്ല. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ലളിതമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. നീ ഒരിക്കലും ശരിയാവില്ല, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, നീ ചെയ്ത പാപം ഒരിക്കലും ദൈവം ക്ഷമിക്കത്തില്ല, നിന്റെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയും എന്നൊക്കെയുള്ള ചിന്തകൾ ഹൃദയത്തിന്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അത് ദൈവികമല്ല. അതിന്റെ അർത്ഥം പാപം ചെയ്യണം എന്നുള്ളതല്ല. അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് പാപം ചെയ്യരുതെന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ വചനം. പക്ഷെ ഞാൻ ഇത് മറ്റ് ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കായിട്ട് വേണ്ടിയുള്ളതാണ് ഈ ഒരു സന്ദേശം. കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ചില വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് മുമ്പോട്ട് പോകാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 2 തരത്തിലുള്ള ദുഃഖം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഒന്ന്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നടത്തും.
അടുത്തത് ലോകപ്രകാരമുള്ള ദുഃഖം മരണത്തിലേക്ക് നടത്തും. അപ്പൊ ദുഃഖം രണ്ടു തരത്തിലുണ്ട്. ഒന്നാമത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മനുഷ്യ മനസാക്ഷിയെ കുറിച്ചൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് നാളുകൾക്ക് പിറകിലാണ് ആ മെസ്സേജ്. അന്ന് ഞാൻ പറഞ്ഞു, മനുഷ്യ മനസാക്ഷി എന്ന് പറയുന്നത്, മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ദൈവസന്നിധിയിലും ലോകത്തിന്റെ മുമ്പാകെയും പരമോന്നതമായ ഒരു കോടതിയാണ്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ഈ മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യത്തെ ദൈവം തന്നത്? ഇതര ജീവജാലങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക മനുഷ്യന്റെ മനസാക്ഷി. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തു പോയപ്പോൾ കുറച്ചുകൂടെ ദൈവം ഇതിനെ സജീവമാക്കി. ദൈവം മനുഷ്യന്റെ ഉള്ളിൽ മനസാക്ഷി വെച്ചതിന്റെ ഒരു പ്രധാന കാരണം, ഒരു പരിധിക്കപ്പുറത്തേക്ക് അവൻ പാപം ചെയ്ത് എന്താ പറയുന്നത്, മൃഗത്തെക്കാളും അധമനായി തീരാതിരിക്കാൻ ദൈവം സകല മനുഷ്യന്റെയും ഉള്ളിൽ വെച്ചതാണ് മനുഷ്യന്റെ മനസാക്ഷി എന്ന് പറയുന്നത്. അത് ദൈവമക്കളിൽ മാത്രമല്ല, ലോകത്തിലെ സകല മനുഷ്യരുടെ ഉള്ളിലും സൃഷ്ടാവാം ദൈവം ഈ മനസാക്ഷിയെ ദൈവം വെച്ചു, അല്ലെങ്കിൽ മനസാക്ഷി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ. അപ്പോൾ ഈ ഒരു മനസാക്ഷിയുടെ, നമുക്കറിയാം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരുന്ന വന്ന ഒരു സ്ത്രീയുടെ അരികിൽ പോലും കല്ലെറിയാനായിട്ട് ആളുകൾ വന്നപ്പോൾ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി കല്ലുകൾ താഴെയിട്ടിട്ട് അവരെല്ലാം ആ സ്ത്രീയെ വിട്ട് അകന്നുപോയി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ മനസാക്ഷിയുടെ ആക്ഷേപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസാക്ഷി എന്ന് പറയുന്നത് സകല മനുഷ്യരുടെ ഉള്ളിലും ദൈവം നൽകി കൊടുത്തിട്ടുള്ളതാണ്. അത് വ്യക്തമാകണമെങ്കിൽ റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ പാപം ചെയ്യുന്നവരിൽ ഈ ഒരു മനസാക്ഷി കുത്തുണ്ടാകുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടെ ഈ സമയത്ത് എനിക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് പാപം ചെയ്ത് ലോകപ്രകാരം ജീവിച്ച വ്യക്തികളൊക്കെ ദൈവസന്നിധിയിലേക്ക് വന്ന് അവരുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പൂർണ്ണമായും ഈ ഒരു കുറ്റബോധം, ദുർമനസാക്ഷി അവരിൽ നിന്ന് മാറിപ്പോകുന്നു മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ യേശുവിനെ അറിഞ്ഞിട്ടും കൂട്ടായ്മയിൽ ജീവിച്ചിട്ടും പാപങ്ങളിലേക്ക് പോകുന്നവർ, പ്രത്യേകിച്ച് ലൈംഗിക പാപങ്ങളിലേക്ക് പോകുന്നവർ, അത്തരത്തിലുള്ള പാപങ്ങളിലേക്ക് പോകുന്നവർ പിന്നീട് അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നാലും ഈ ഒരു കാര്യം ഒരു വലിയ കുറ്റബോധമായി അവരുടെ ഉള്ളിൽ ഇങ്ങനെ തുടരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അത് എന്താണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. രണ്ട് തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് പറ്റും. രണ്ട് പേരെ. ഒന്ന് പത്രോസാണ്, രണ്ട് ഈസ്കരിയോത്ത യൂദാവാണ്. രണ്ടുപേരും തെറ്റ് ചെയ്തു, രണ്ടുപേരുടെയും ഭാഗത്ത് വീഴ്ചകളുണ്ടായി. പക്ഷെ സംഭവിച്ച വ്യത്യാസം എന്ന് പറയുന്നത്, പത്രോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് തെറ്റുപറ്റി എന്നറിഞ്ഞപ്പോൾ വളരെ കരഞ്ഞു, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു. പക്ഷെ ഈസ്കരിയോത്ത യൂദായെ കുറിച്ച് പറയുന്നത് 27:3 അദ്ദേഹം അനുതപിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്, തെറ്റ് ബോധ്യപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഏറ്റു പറയാനോ മടങ്ങി വരാനോ അതെ തീരുമാനിക്കാതെ അദ്ദേഹം മുമ്പോട്ട് പോവുകയും ആത്മഹത്യയിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ രണ്ട് വ്യക്തികൾ രണ്ട് തരത്തിലുള്ള ആളുകൾക്ക് നിഴലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം. പക്ഷെ സംഭവിച്ച തെറ്റിൽ നിന്ന് പാഠം പഠിച്ച് ദൈവസന്നിധിയിലേക്ക് വന്ന് ഇനിയും ആ പാപം ആവർത്തിക്കാതെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് മുൻപോട്ട് പോകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാണ് ഈ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു മോചനം നേടാനായിട്ട് പറ്റുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനസാക്ഷി ഉള്ള വ്യക്തിയാണ് നിങ്ങൾക്കെങ്കിൽ അടിയന്തരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാമത്, ചെയ്ത പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ടതുപോലെ ഏറ്റുപറയുക. കുറെ കണ്ണുനീരൊഴുക്കിയിട്ടും വിലപിച്ചിട്ടും അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിച്ചിട്ടും ഒന്നും ഏറ്റുപറച്ചിലാകുന്നില്ല. ഒന്ന്, കൺഫസ് യുവർ സീൻ, പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറയുക എന്നുള്ളതാണ്. ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പാകുക, പാപക്ഷമയ്ക്കായിട്ട് അപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. അത് നിരപ്പാകേണ്ടതുപോലെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരപ്പാകുക. ചെയ്ത തെറ്റുകളെക്കുറിച്ചൊക്കെ ഓർത്ത് ദൈവത്തിന് വേദന ഉണ്ടാകും, സത്യമാണ്. പക്ഷേ അവിടുത്തെ കരുണയിലും അവിടുത്തെ കൃപയിലും അവിടുത്തെ സ്നേഹത്തിലും ആശ്രയിക്കുക എന്നുള്ളതാണ്. രണ്ട്, ഇനി മേലാൽ ആ തെറ്റ് ചെയ്യില്ലെന്നുള്ള കർശനമായൊരു തീരുമാനം ജീവിതത്തിൽ എടുക്കുക. ആ തീരുമാനം ദൈവം മുമ്പാകെ സമർപ്പിക്കുക.
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് സൗഖ്യമാക്കി കൊടുത്ത ഒരാളെ കണ്ടിട്ട് പിന്നീട് അവനെ കണ്ടപ്പോൾ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് മേലിൽ പാപം ചെയ്യരുത്. പല സമയങ്ങളിലും നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡായി തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവരാണ് പിന്നീട് ഈ തിരിച്ച് കയറി വരാൻ ബുദ്ധിമുട്ടുള്ള മേഖലകളിലേക്ക് പോകുന്നത്. അപ്പം മനസ്സിലാക്കുക, വന്നത് വന്നു, ആവർത്തിക്കാതിരിക്കുക, സൂക്ഷിച്ചൊഴിയുക. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈ ലൈംഗികമായ പാപങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നിന്നുണ്ടാകുന്നതാണ്. അതിനൊന്നും പറ്റാതിരിക്കുന്നു അല്ലെങ്കിൽ പറ്റിപ്പോയല്ലോ എന്നുള്ള ന്യായീകരണങ്ങൾ പോലും ഇത് എനിക്കറിയില്ല അതെങ്ങനെയാണത് സംഭവിക്കുന്നതെന്ന്. പോകട്ടെ, ഇപ്പോൾ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ഇനിയും ഒരിക്കലും അത് ആവർത്തിക്കത്തില്ലെന്ന് ദൈവസന്നിധിയിൽ തീരുമാനിച്ച് സമർപ്പണത്തിലൂടെയുള്ള ഒരു ജീവിതം മുൻപോട്ട് നയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം എബ്രായ ലേഖനത്തിൻ്റെ അകത്ത് 2-3 ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ദുർമനസാക്ഷി നീങ്ങുമാറ്. നമ്പർ 1. 2, യേശുക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി. മലയാളത്തിൽ 2 ഭാഗമായിട്ടാണ് തോന്നുന്നതെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിൽ ദൈവത്തിന് സ്തോത്രം ഒറ്റ സെന്റൻസ് ആണ്, മനസാക്ഷിയുടെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ യേശുവിന്റെ രക്തത്തിനാണ് മനസാക്ഷിയുടെ നിർജീവ പ്രവർത്തികളെ കഴുകുവാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ഇത് കഴുകാൻ പറ്റുന്ന ഒരു സാധനം ലോകത്തിലില്ല. ഒരു തെളിവൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, രാപ്പകൽ നമ്മുടെ സഹോദരന്മാരെ അപവാദം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെങ്ങനെയാണ് അതിനെ ജയിച്ചത്? 1, കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി. 2, തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായി. അപ്പോൾ നമ്പർ 1 യേശുവിന്റെ രക്തം. നമ്പർ 2 ടെസ്റ്റിമണിയാണ്. ടെസ്റ്റിമണി എങ്ങനെയാണ്? എന്താണ് സാക്ഷ്യം? ഈ കേൾക്കുന്ന ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മുടെ സാക്ഷ്യമാക്കി മാറ്റുക. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ദൈവവചനം വെറുതെ കേട്ട് കാതുകൾ കൊണ്ട് പോകാതെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഞാനൊരു ദൈവപൈതലാണെന്നും ദൈവം എൻ്റെ പാപം ക്ഷമിച്ചെന്നും എപ്പോഴെല്ലാം നീ ഒരു പാപിയാണ്, നീ ഒരു കുറ്റക്കാരനാണെന്ന് പറയുമ്പോഴും അവിടുന്ന് എൻ്റെ സകല പാപങ്ങളെയും പിറകിൽ സമുദ്രത്തിന്റെ ആഴത്തിൽ എറിഞ്ഞു കളഞ്ഞതാണെന്ന് ഉള്ള വിശ്വാസത്തെ, ധൈര്യത്തെ മുറുകെ പിടിക്കുക. അധികം ശുദ്ധീകരണത്തിനായി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ വളരെ ഗൗരവമായിട്ട് നമ്മൾ കരുതി മുൻപോട്ട് പോകേണ്ടുന്ന ഒരു മേഖലയാണ്. ധാരാളം ആൾക്കാർ വിട്ടുമാറാത്ത കുറ്റബോധം അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനാ ജീവിതം അവർ അവസാനിപ്പിച്ചു. അവരുടെ ദൈവവചന ധ്യാനം ഇത് ചെയ്തു. ഇത്തരത്തിലുള്ള ഈ ഒരു ആക്ഷേപത്തിന്റെ അകത്ത്, കുറ്റബോധത്തിന്റെ അകത്ത് ജീവിച്ച് എന്താ പറയുന്നത്, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നവരുണ്ട്. ദയവായിട്ട് ഞാൻ പറയാം, വന്നുപോയ കാര്യങ്ങൾ ഏറ്റുപറയുക, ദൈവസന്നിധിയിൽ രമ്യതപ്പെടുക, തീരുമാനമെടുക്കുക. ഇനി മേലാൽ അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകില്ല, ഉണ്ടാകാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണം. മനസ്സിനെ ഒരുക്കുക, വചനത്താൽ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുക, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുക. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ അവിടുന്ന് വിശ്വസ്തനാണ്. അടുത്തത്, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ആത്മനിറവിൻ ജീവിതത്തിലേക്ക് വരിക, പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുത്ത് ദൈവഹിത പ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുക. അനാവശ്യമായ ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 2 തരത്തിലാണ്. ഒന്ന്, ഞാൻ ഈ ഒരു ആത്മനിറവിൻ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഭയങ്കരമായ പാപത്തിന്റെ ഒരു ബോധം ദൈവം എനിക്ക് തന്നു. പക്ഷെ ആ ഒരു ബോധം ഒരിക്കലും ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റിയില്ല, ദൈവത്തോട് എന്നെ അടുപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ദൈവത്തോട് അടുപ്പിക്കുന്ന പാപബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നല്ലതാണ്. അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക, ദൈവം പറയുന്ന കാര്യങ്ങളിൽ കറക്റ്റായിട്ട് മുമ്പോട്ട് പോവുക. വിശുദ്ധിയിലേക്ക് നിങ്ങൾ നടക്കുന്നെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പാപബോധം ദൈവസ്നേഹത്തിലേക്കും കൂട്ടായ്മയിലേക്കും വചനധ്യാനത്തിലേക്കും വ്യക്തിപരമായ ആഴമായ പ്രാർത്ഥനയിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. അല്ലാത്ത ബോധങ്ങൾ, ആത്മഹത്യ, ജീവിതം അവസാനിപ്പിക്കണം, ദൈവം ഇനി എനിക്ക് വേണ്ട, ഞാൻ ഇനി ഒരിക്കലും നന്നാവില്ല, ഞാൻ സ്വർഗത്തിൽ പോയില്ല, ഞാൻ നശിച്ചു, എൻ്റെ പാപം ദൈവം ക്ഷമിക്കത്തില്ല, എനിക്കതുകൊണ്ട് ഈ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ പോലും വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോയാൽ അതൊരിക്കലും ദൈവികമല്ല.
കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.